السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. صدق الله العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, ഇബാദത്തുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിരിക്കുന്നതായ സംഭവങ്ങൾ, കഥകൾ, അതുമായി ബന്ധപ്പെട്ട ഗുണപാഠങ്ങൾ, ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതായ അതേ വർഷത്തിൽ തന്നെ മക്കയിൽ സംഭവിച്ച ഒരു സംഭവം, അതാണ് ആനക്കലഹം എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള സംഭവമാണത്. എത്യോപ്യയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഹബഷ. ആ രാജാവ്, അവിടെയുള്ള രാജാക്കന്മാരെയൊക്കെ പറയുന്ന പേര് നജാഷി എന്നാണ്. ഏത് രാജാവ് വന്നാലും അവരെ അറിയപ്പെടുന്നത് നജാഷി എന്ന പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിയോഗിതനാകുന്ന സമയത്തും അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും നജാഷി എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഹബഷയിലെ രാജാക്കന്മാരിൽ നിന്നും നബിതങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ രാജാവ് വലിയ ഭാഗ്യവാനായിരുന്നു. കാരണം അദ്ദേഹം നബിതങ്ങളെക്കുറിച്ച് അറിയുകയും നബിതങ്ങളിൽ വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ നബിതങ്ങളെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൻ, അതുപോലെ മറ്റ് ധാരാളം ആളുകൾ പിന്നീട് നബിതങ്ങളെ കാണാൻ വരികയും നബിതങ്ങളെ കണ്ട് വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നജാഷി എന്ന് പറയുന്നത് ഹബഷയിലെ രാജാക്കന്മാരുടെ പേരാണ്. അതിലൊരാളാണ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളത്. നജാഷി രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ച സമയത്ത് ഒരു രസകരമായ സംഭവം ഉണ്ടായി. സഹാബാക്കൾ ദീൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇത് മുൻ വേദങ്ങളിൽ പറയപ്പെട്ട പ്രവാചകൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു, വളരെ രഹസ്യമായിട്ട്. കാരണം ക്രിസ്തു മതമായിരുന്നു അവിടുത്തെ അടിസ്ഥാനപരമായ മതം. എല്ലാവരും കടുത്ത വിശ്വാസികളായിരുന്നു. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ ഇസ്ലാമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലാകെ പ്രശ്നമാകും. അതുകൊണ്ട് അദ്ദേഹം രഹസ്യമാക്കി വച്ചിരുന്നു. വളരെ രഹസ്യമായി തൻ്റെ മുറിയുടെ ഉള്ളിൽ നിന്ന് ഇബാദത്തുകൾ ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ പതിയെ ആളുകൾ ഇത് അറിയാൻ തുടങ്ങി. രാജാവിന് മതം മാറ്റം ഉണ്ടായിരിക്കുന്നു, രാജാവ് പുതിയ മതം സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പതിയെ ചർച്ചകൾ പുറത്തേക്ക് വന്നു. അങ്ങനെ ആ ചർച്ചകൾ ഇങ്ങനെ മുറുകി നാട്ടിലെ ജനങ്ങൾ മുഴുവനും രണ്ട് ചേരിയായി. ഒരു വിഭാഗം പറയുന്നു രാജാവ് മതം മാറിയിരിക്കുന്നു, അതുകൊണ്ട് രാജാവ് സ്ഥാനമൊഴിയണം. മറുവിഭാഗം പറയുന്നു രാജാവിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്, പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യും. രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടരും രാജാവിനെ എതിർക്കുന്ന വേറൊരു കൂട്ടരും. ഈ ചർച്ചകൾ, ഈ വാദപ്രതിവാദങ്ങൾ, സംസാരങ്ങൾ മുറുകി അവസാനം ഇത് യുദ്ധത്തിലേക്കെത്തി.
രണ്ട് ചേരിയും കൂടെ യുദ്ധത്തിലേക്ക് എത്തി. ഞങ്ങളുടെ രാജാവിന് ഒന്നും പറഞ്ഞു പോകരുത്, നിങ്ങളോട് യുദ്ധം ചെയ്യുമെന്ന ഒരു വിഭാഗം. രാജാവ് മതം മാറി, അതുകൊണ്ട് രാജാവ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന മറ്റൊരു വിഭാഗം. രണ്ടുപേരും യുദ്ധത്തിൻ്റെ സന്നാഹങ്ങളുമായി ഒരുമിച്ച് കൂടി. രാജാവ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഒരു പിടിയും കിട്ടാതെ നിൽക്കുകയാണ്. രാജാവ് മുസ്ലിമാണ്, എന്ത് പറയും? ഇപ്പൊ തൻ്റെ ഇസ്ലാമിനെ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാട് കുട്ടിച്ചോറാകും. എന്നാലോ വിശ്വാസത്തെ ഉപേക്ഷിക്കാനും പറ്റൂല. അപ്പോൾ രാജാവ് ഒരു തന്ത്രം ചെയ്തു. നാളെ രാവിലെ യുദ്ധം തുടങ്ങുകയാണ്. രണ്ട് സൈന്യവും അണിനിരന്നു. രാവിലെ യുദ്ധം തുടങ്ങും. രാജാവ് ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ഈസ റൂഹുല്ലാ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ തനതായ വിശ്വാസം ഇങ്ങനെ എഴുതി. ആ പേപ്പർ ഇങ്ങനെ മടക്കി പോക്കറ്റിൽ വെച്ചു. എന്നിട്ടൊരു കോട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ രാജാവിൻ്റെതായ കോട്ട് എടുത്തിട്ട് രാവിലെ രണ്ട് സൈന്യവും ഇങ്ങനെ യുദ്ധത്തിൽ നിൽക്കുന്നു. രാജാവ് അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. നജാഷി രാജാവ് പ്രശ്നം ഒത്തുതീർപ്പിലെത്തണം. രാജാവ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, രാജാവ് മതം മാറിയതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, രാജാവ് സ്ഥാനത്ത് നിന്ന് ഒഴിയണം. മറ്റവർ പറഞ്ഞു, രാജാവിനെ കുറിച്ച് ഇവർ അപരാധം പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവരോട് യുദ്ധം ചെയ്യും. രണ്ടുപേരും ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. രാജാവ് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിശ്വാസം? അപ്പോൾ അവർ പറഞ്ഞു, ഈസ ദൈവമാണ്, ദൈവപുത്രനാണ്, ക്രിസ്തു മതമാണ് ഞങ്ങളുടെ മതം എന്നൊക്കെ പറഞ്ഞ് അവരുടെ വിശ്വാസം ഇങ്ങനെ വ്യക്തമാക്കി. അപ്പോൾ രാജാവ് ഇങ്ങനെ നെഞ്ചിലിങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞ്, ഈ വിശ്വാസത്തിൽ നിന്ന് ഒരല്പം പോലും ഞാൻ വ്യതിചലിച്ചിട്ടില്ല. എന്തു പറഞ്ഞു? തൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് ആ പേപ്പർ എഴുതി വെച്ചിരിക്കുക. അതിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഈസ റൂഹുല്ലാ എന്നുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസമുണ്ട്. അതിലിങ്ങനെ കൈ വെച്ചിട്ടാണ് പറഞ്ഞത്, ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒട്ടും വ്യതിചലിച്ചിട്ടില്ല എന്ന്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇവർക്കും സന്തോഷമായി, അവർക്കും സന്തോഷമായി. അപ്പോൾ താങ്കൾ ഈ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അവർക്കും പ്രശ്നമില്ല. രണ്ടുപേരും പിരിഞ്ഞുപോയി. രാജാവ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, തൻ്റെ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞ് ഈ വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യത്യാസവും എനിക്കില്ല എന്ന്. കാരണം ഈ സമയത്ത് വിശ്വാസത്തെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സമയമായിരുന്നില്ല. എന്തായാലും അതങ്ങ് ആ വലിയൊരു യുദ്ധം അങ്ങ് ഒഴിവായിപ്പോയി. അതിൻ്റെ പേരിൽ തന്നെ രാജാവിന് രഹസ്യമായിട്ടാണ് ജീവിക്കേണ്ടി വന്നത്. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹി അറിയിച്ചു കൊടുത്തു, ഒരു ദാസൻ അവിടെ ഒറ്റയ്ക്ക് മരണപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മുസ്ലിമാണ്, അവിടെ വേറെ ആരും ഇല്ല മുസ്ലിമീങ്ങളായിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജനാസ നമസ്കരിപ്പിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ അറിയിച്ചു കൊടുത്തു. നബിതങ്ങൾ സഹാബാക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വരൂ, അള്ളാഹുവിൻ്റെ ഒരു അടിമ വഫാത്തായിരിക്കുന്നു, അദ്ദേഹത്തിന് ജനാസ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്ന് എല്ലാവരെയും കൂട്ടി നിർത്തി നബിതങ്ങൾ ജനാസ നമസ്കരിച്ചു. ഈ നജാഷി രാജാവിന് വേണ്ടിയാണ് നബിതങ്ങൾ ജനാസ നമസ്കരിച്ചത്. ആദ്യമായിട്ടാണ് നബിതങ്ങൾ മുമ്പിൽ ജനാസ ഇല്ലാതെ നമസ്കരിക്കുന്നത്. ഈ നജാഷി രാജാവിന് വേണ്ടിയാണ് മറഞ്ഞ മയ്യത്തിന്റെ ജനാസ നമസ്കരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഷാഫി ഹനഫി മദ്ഹബുകൾക്കിടയിൽ ചർച്ച ഉണ്ടായതും. മറഞ്ഞ മയ്യത്തിന് ജനാസ നമസ്കരിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഹനഫി മദ്ഹബ് അനുസരിച്ച് മുമ്പിലുള്ള ജനാസയ്ക്ക് നമസ്കരിക്കാവൂ, ഷാഫി മദ്ഹബ് അനുസരിച്ച് മുമ്പിലില്ലാത്ത ജനാസയ്ക്ക് നമസ്കരിക്കാം. ഈ വ്യത്യാസം ചർച്ച വന്നതുപോലും ഈ സംഭവത്തിൽ നിന്നാണ്. എന്തായാലും പറഞ്ഞു വന്നത് നജാഷി രാജാവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ നബിതങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു നജാഷി രാജാവ്, അദ്ദേഹം കടുത്ത ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഗവർണറെ യമനിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരാണ് അബ്രഹ. ഈ നജാഷി രാജാവിന് അന്നുണ്ടായിരുന്ന ആ നജാഷി രാജാവിന്റെ ഗവർണറായിട്ട് യമനിലേക്ക് ഈ നിയോഗിച്ച ആളാണ് അബ്രഹത്ത്. അയാളും കടുത്ത വിശ്വാസിയായിരുന്നു. അയാൾ അവിടെ യമനിന്റെ തലസ്ഥാനമായ സൻആയിൽ ഒരു വലിയൊരു ചർച്ച് പണിയാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഓരോ ഹജ്ജിന്റെ മാസം വരുമ്പോഴും അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ എങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, മക്കയിലേക്ക് പോകുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇയാൾക്ക് ഭയങ്കരമായ അസ്വസ്ഥത. എല്ലാവരും ഇങ്ങനെ കാബയിലേക്ക് പോകുന്നു തവാഫ് ചെയ്യാൻ വേണ്ടി, ഹജ്ജ് ചെയ്യാൻ വേണ്ടി. ഇതത്ര ശരിയല്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ സൻആയിൽ തന്നെ വലിയൊരു ഒരു ചർച്ച് പണിയാൻ വേണ്ടി തീരുമാനിച്ചു, ഒരു ആരാധനാലയം. അങ്ങനെ ഭയങ്കരമായ സജ്ജീകരണങ്ങളോടുകൂടി, ഭയങ്കരമായ സൗകര്യങ്ങളോടുകൂടി ഒരു വലിയൊരു മണിമാളിക പണിഞ്ഞു, വലിയൊരു ആരാധനാലയം പണിഞ്ഞു. അതിനുവേണ്ടി നാട്ടുകാരായ ആളുകളെ കടുത്ത പരീക്ഷണത്തിലാക്കി. എല്ലാവരെയും കൊണ്ട് അടിമപ്പണി എടുപ്പിച്ചിട്ടാണ്
അങ്ങനെ ഒരു ദേവാലയം പണിഞ്ഞത്. ചില ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വരുന്നുണ്ട്, അതിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തറ കാണാൻ പറ്റൂലായിരുന്നു. എന്നാൽ അത്ര പൊക്കത്തിനുള്ളതായിരുന്നു. അതിനകത്ത് മുത്തുകളും പവിഴങ്ങളും മരതകവും അതുപോലുള്ളതായ എല്ലാ സാധനങ്ങളും കൊണ്ട് അലങ്കരിച്ചു. ആനക്കൊമ്പ് വച്ചും മറ്റുമൊക്കെ അവിടെ അതിനകത്ത് മിമ്പർ ഉണ്ടാക്കി. അവിടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കുരിശുകൾ തൂക്കിയിട്ടു. കസ്തൂരി അതിൽ പൂശുകയുണ്ടായി, മതിലിലൊക്കെ മണമുണ്ടാകാൻ വേണ്ടി. ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ അതിനെ മോടി പിടിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അതിനെ മോടി പിടിപ്പിച്ചു. വളരെ സുന്ദരമായ പ്രൗഢഗംഭീരമായ ഒരു ആരാധനാലയം. അതിനുവേണ്ടി ആളുകളെ കൊണ്ട് അടിമപ്പണി ഏൽപ്പിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് എത്താത്തവരുടെ കൈ വെട്ടിക്കളയുമായിരുന്നു. അത്ര കടുപ്പമായിരുന്നു, അയാൾ അത്ര അക്രമിയായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ജോലിക്ക് എത്തണമെന്നുള്ളതാണ് നിയമം. അങ്ങനെ എത്താത്തവരുടെയൊക്കെ കൈ വെട്ടിക്കളയുമായിരുന്നു. ആ രീതിയിൽ അയാൾ അക്രമം കാണിച്ചു. അങ്ങനെ എന്തായാലും മണിമാളിക പണിഞ്ഞു, വലിയൊരു ആരാധനാലയം പണിഞ്ഞു. എന്നിട്ട് നജാഷി രാജാവിന് കത്തയച്ചു, ഞാനിവിടെ ഒരു മണിമാളിക പണിഞ്ഞിട്ട് ഒരു ആരാധനാലയം പണിഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകണം ആരാധനയ്ക്ക് വേണ്ടി. കാബയ്ക്ക് പകരം ഇത് മറ്റൊരു കാബയായി മാറണം. അതുപോലെ ഇതിലൂടെ നമ്മുടെ നാടിനും നമ്മുടെ മതത്തിനുമൊക്കെ വലിയ പ്രശസ്തി ഉണ്ടാകും. രാജാവിന് ഭയങ്കര ഇഷ്ടമായി. ഇയാൾക്കിത് പണിഞ്ഞുകൊണ്ടുള്ള ലക്ഷ്യം, ഇയാളിത് പണിഞ്ഞതിൻ്റെ ലക്ഷ്യം, അവിടെ നിന്ന് ഹജ്ജിന് പോകുന്നത് ഇയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ ഭയങ്കര സ്ഥാനം ഉണ്ടാവും, രാജാവിൻ്റെ അടുത്ത ആളായി മാറും. അപ്പോൾ രാജാവിൻ്റെ പ്രീതി നേടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ എല്ലായിടത്തേക്കും എത്താൻ തുടങ്ങി. മക്കക്കാരായ ആളുകൾക്ക് ഇത് കേട്ടിട്ട് ഒട്ടും സഹിച്ചില്ല. കാരണം കാബ എന്ന് പറയുന്നത് മക്കക്കാരുടെ ഒരു വികാരമാണ്. അതിനെ വിട്ടൊരു കളിയും അവർക്കില്ല. അവർ മോശക്കാരായ ആളുകളാണ്, തിന്മയുടെ ആളുകളാണ്, ബഹുദൈവ ആരാധകരാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ കാബ എന്നുള്ളത് അവരുടെ ഒരു വികാരമാണ്. അതിനെ തൊട്ട് കളിക്കാൻ അവർക്ക് സഹിക്കില്ല. അങ്ങനെ ചില ആളുകൾ അവിടെ പോയിട്ട് പല പ്രശ്നങ്ങളും കാണിച്ചു. ചരിത്രത്തിന്റെ കിതാബുകളിൽ വരുന്നുണ്ട്, ഒരാൾ പോയിട്ട് അതിനകത്ത് രഹസ്യമായിട്ട് കയറി അവിടെയൊക്കെ നജസ് തേറ്റി വെച്ചു. വേറൊരാൾ പോയിട്ട് അതിനകത്ത് പോയിട്ട് തീ കത്തിച്ചു. അങ്ങനെയൊക്കെ ആകെ പ്രശ്നമുണ്ടാക്കി. ഇത് കണ്ട് അബ്രഹത്തിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവനെ അപമാനിക്കുന്നതിന് തുല്യമാണല്ലോ, അവരുടെ മതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ അവൻ അതുണ്ടാക്കിയത് തന്നെ കാബയെ അപമാനിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഹിജാസിൽ നിന്ന് വന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്തത്, മക്കക്കാരായ ആളുകളാണ് ഇതൊക്കെ ചെയ്തത്. ഇതോടുകൂടി അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. ഇനി കാബയെ പൊളിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന തീരുമാനത്തോടുകൂടി അവൻ എന്ത് ചെയ്തു, വലിയൊരു സൈന്യത്തെയും എടുത്തുകൊണ്ട് പുറപ്പെട്ടു. അതിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ആനകളായിരുന്നു. ആനകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ അറബികളുമായിട്ട് വലിയ പരിചയമില്ലാത്ത സാധനമാണ്. ആനപ്പട, കുതിരപ്പട ഉണ്ടായിരുന്നു, കാലാൾപ്പട ഉണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള സൈന്യവും ഉണ്ടായിരുന്നു. പക്ഷെ മുൻനിരയിലുണ്ടായിരുന്ന ആനകളായിരുന്നു. അബ്രഹത്തും വന്നിരുന്നത് ഒരു ആനയിലാണ്. അപ്പൊ സർവായുധ സന്നാഹങ്ങളുമായി അബ്രഹത്ത് പുറപ്പെട്ടു. മക്കയുടെ പരിസരത്തേക്ക് എത്തുന്ന സമയത്ത് ഓരോരോ പല നാട്ടുകാരും സംഘം ചേർന്ന് സൈന്യമായി വന്ന് അബ്രഹത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ അത്ര വലിയ സൈന്യമായിരുന്നു അബ്രഹത്ത്. മക്കക്കാർ വലിയ ആർമിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അവനെ നേരിട്ട സൈന്യങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഇവൻ വീണ്ടും മുന്നോട്ടേക്ക് പോയി. അങ്ങനെ വന്ന് തായിഫിലെത്തി. തായിഫിലെത്തിയപ്പോൾ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു നേതാവ് ഉണ്ടായിരുന്നു, മസ്ഊദ് സഖഫി. അയാൾ വന്നിട്ട് അബ്രഹത്തിന് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും അറിയിച്ചു. താങ്കൾ കാബയെ പൊളിക്കണമെങ്കിൽ പൊളിച്ചോ, നമുക്കതൊരു വിഷയമല്ല. ഞങ്ങളുടെ ദൈവത്തിന്റെ വിഗ്രഹ ആരാധനാലയത്തെ താങ്കൾ പൊളിക്കരുത്. അവർ ആരാധിച്ചിരുന്നത് ലാത്തയായിരുന്നു. ബൈത്തുൽ ലാത്തയെ വെച്ചിരുന്നതായ ഒരു ആരാധനാലയം അവർക്കുണ്ടായിരുന്നു. താങ്കൾ അത് പൊളിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം. കാബ അത് നമ്മുടെ വിഷയമല്ല, താങ്കൾ എന്താണെങ്കിലും ചെയ്തു എന്ന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അറിയിച്ചു. രാജാവിന് സന്തോഷമായ രാജാവ് വീണ്ടും മുമ്പോട്ടേക്ക് പോയി. അയാളുടെ ഒരു അനുചരനെ വഴി കാണിക്കാൻ വേണ്ടി കൂട്ടത്തിൽ വിട്ടു. കാബയെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി, കാബയെ പൊളിക്കുന്നതിന് വേണ്ടി സഹായത്തിനായിട്ട് തന്റെ കൂട്ടത്തിലുള്ള ഒരാളെ അവൻ വിട്ടുകൊടുത്തു. അവൻ വഴി കാണിച്ച് മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻ മരിച്ചുപോയി. മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻ മരിച്ചുപോയി. അവിടെ തന്നെ അവനെ കുഴിച്ചിട്ടു. അവൻ എത്രത്തോളം നിർഭാഗ്യവാനാണെന്ന് പറഞ്ഞാൽ കാബയെ പൊളിക്കുന്നതിന് വേണ്ടിയാണ് അവൻ സഹായം ചെയ്തത്. അതിന്റെ പേരിൽ തന്നെ ജാഹിലി കാലഘട്ടത്തിൽ തന്നെ
നബിതങ്ങൾക്ക് മുമ്പേ തന്നെ ആ വഴി മക്കക്കാരായ ആളുകൾ ആരെങ്കിലുമൊക്കെ നടന്നു പോവുകയാണെങ്കിൽ അവൻ്റെ കബറിലേക്ക് കല്ലെടുത്തെറിയുമായിരുന്നു. നശിച്ചു പോട്ടെ എന്നും പറഞ്ഞ് ആ കാബയിലേക്ക് അവൻ്റെ കബറിലേക്ക് കല്ലെടുത്തെറിയുമായിരുന്നു. അത്ര ദേഷ്യമായിരുന്നു അവർക്ക്. കാബയെ പൊളിക്കാൻ വേണ്ടി സഹായിച്ചവനാണ് ഇവൻ, നമ്മുടെ നാട്ടുകാരനായിരുന്നിട്ട് കാബയ്ക്കെതിരെ അവൻ തിരിഞ്ഞു എന്ന് പറഞ്ഞ് അവർ കല്ലെടുത്തെറിയുമായിരുന്നു. എന്തായാലും മുഴുവൻ സൈന്യത്തെയും കൊണ്ട് വാദി മുഹസ്സർ അവിടെ തമ്പടിച്ചു, അബ്രഹത്തും കൂട്ടരും. എന്നിട്ട് അവൻ്റെ ഒരു ഗവർണറെ കാബയുടെ സ്ഥിതിഗതികൾ പഠിക്കുന്നതിന് വേണ്ടി അയച്ചു. അയാൾ അവിടെയൊക്കെ പോയി പരിശോധനയൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മക്കക്കാരുടെയൊക്കെ മൃഗങ്ങളെ മേയ്ക്കാൻ വേണ്ടി വിട്ടിരുന്നതായ സ്ഥലമുണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാ മൃഗങ്ങളെയും കൂടെ അടിച്ചുകൊണ്ട് പോയി. ആ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബായിരുന്നു ഖുറൈശിന്റെ അന്നത്തെ നേതാവ്. മക്കയുടെ ഉത്തരവാദിത്വവും അബ്ദുൽ മുത്തലിബിനായിരുന്നു. മക്കയുടെ കൈകാര്യകർത്തൃത്വം അബ്ദുൽ മുത്തലിബിനായിരുന്നു, നബിതങ്ങളുടെ ഉപ്പൂപ്പയായ അബ്ദുൽ മുത്തലിബ്. അങ്ങനെ വാർത്ത മക്കയുടെ നേതാക്കന്മാരുടെ അടുക്കിലേക്ക് എത്തി. ആകെ പ്രശ്നത്തിലാണ്. ഇവർ മുഴുവനും ഇങ്ങനെ ഇളകി വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണം? ഇവർ കൂടി ആലോചിച്ചു, എന്തായാലും നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ അടുക്കൽ അങ്ങനെയുള്ള സൈന്യമൊന്നുമില്ല. അവൻ ഫുൾ സൈന്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ തടി കേടാക്കാതെ രക്ഷപ്പെടുക. ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ഇതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തോളും. അങ്ങനെ തീരുമാനമായി. അപ്പോ അബ്രഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ദൂതൻ വന്നു. ദൂതൻ വന്നിട്ട് പറഞ്ഞ് ഇതിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചു. ഖുറൈശികളുടെ നേതാവ്. അപ്പോൾ ഇന്ന ആളാണെന്ന് പറഞ്ഞ് ആൾക്കാർ കാണിച്ചു കൊടുത്തു. ഇതാണ് അബ്ദുൽ മുത്തലിബാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ യുദ്ധം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ ഇത്ര വലിയ സൈന്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങളെയൊക്കെ നശിപ്പിച്ചു കളയും. ഇനി അതല്ല, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഉദ്ദേശമില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാനല്ല വന്നത്. ഞങ്ങളുടെ ഉദ്ദേശമാകെ കാബ മാത്രമാണ്. കാബയെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നിങ്ങളെ നശിപ്പിക്കലോ കൊല്ലലോ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യലോ ഞങ്ങളുടെ വിഷയമല്ല. അതുകൊണ്ട് നിങ്ങൾ മാറിത്തന്നാൽ ഞങ്ങൾ വന്ന പണി തീർത്തിട്ട് ഞങ്ങൾ പോകും. അല്ല എങ്കിൽ നിങ്ങളെയും കൊല്ലും, കാബയും പൊളിക്കും. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള തീരുമാനമൊന്നുമില്ല. തീരുമാനമില്ല എങ്കിൽ നിങ്ങളിൽപ്പെട്ട നേതാവിനെ രാജാവ് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി പോയി. അബ്ദുൽ മുത്തലിബ് ഭയങ്കര സൗന്ദര്യമൊക്കെയുള്ള മനുഷ്യനായിരുന്നു. അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ തന്നെ രാജാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അബ്ദുൽ മുത്തലിബിന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ രാജാവിന് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര അക്ഷരസ്ഫുടതയോടുകൂടിയുള്ള സംസാരം. രാജാവിന്റെ അടുത്ത് കസേരയിൽ പിടിച്ചിരുത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കുറേ നേരം സംസാരിച്ചിട്ടും അബ്ദുൽ മുത്തലിബ് കാബ എന്നൊരു വാക്ക് പോലും മിണ്ടിയില്ല. കാബയെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. അബ്ദുൽ മുത്തലിബ് അവസാനം ചോദിച്ചു, നിങ്ങളുടെ ആള് വന്ന് ഞങ്ങളുടെ മൃഗങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, എൻ്റെ 200 ഒട്ടകം പിടിച്ചോണ്ട് പോയി, ദയവേത് അതിങ്ങ് തിരിച്ചു തന്നേക്കണം കേട്ടോന്നു. രാജാവിന് അത്ഭുതമായി. ഈ എന്ത് മനുഷ്യനായത്? കാബയുടെ നേതാവായിട്ട്, കാബയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് കാബയെ കുറിച്ചൊരു വാക്ക് പോലും ഇയാൾ പറഞ്ഞില്ലല്ലോ. ഇയാളുടെ ഒട്ടകത്തിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. ഇതെന്ത് മനുഷ്യനാ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞു, ഞാൻ എന്തിനാ കാബയെ കുറിച്ച് സംസാരിക്കുന്നത്? കാബ എൻ്റെ വീടൊന്നും അല്ല, അത് ബൈത്തുള്ളയാണ്, അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹു വേണമെങ്കിൽ അതിനെ സംരക്ഷിച്ചോളും. എൻ്റെ ഒട്ടകം അത് എൻ്റെ ഒട്ടകമാണ്, അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ, കാബയെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തായാലും രാജാവിന് ഇഷ്ടപ്പെട്ടു. രാജാവ് പറഞ്ഞ് ഇയാളുടെ ഒട്ടകമൊക്കെ തിരിച്ചു കൊടുത്തേരെ എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് ഒട്ടകത്തെ വാങ്ങിച്ചുകൊണ്ട് പോയി. അവിടെ പോയിട്ട് എല്ലാവരും പറഞ്ഞ് നിങ്ങളെല്ലാവരും മലമുകളിലേക്ക് പോയി ഒളിച്ചുകൊള്ളുക, എന്തായാലും അവൻ വന്ന കാര്യം ചെയ്യും. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് തൻ്റെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് കാബയിലേക്ക് വന്നു. കാബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തു, അല്ലാഹുവേ, ഇത് നിന്റെ ഭവനമാണ്, ഇതിനെ സംരക്ഷിക്കാൻ നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ സംരക്ഷിച്ചോ. ഇനി അതല്ല അവൻ വന്നിട്ട് തകർത്തിട്ട് പോകലാണ് നിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളിതാ പോകുന്നു എന്ന് പറഞ്ഞ് ദുആയും ചെയ്തിട്ട് അബ്ദുൽ മുത്തലിബും മലഞ്ചെരിവിലേക്ക് പോയി. ഒടുവിൽ സമയമായി യുദ്ധത്തിന്. മുഴുവൻ സന്നാഹങ്ങളും കൊണ്ട് കാബയെ തകർക്കുന്നതിന് വേണ്ടി അബ്രഹത്ത് മുമ്പോട്ടേക്ക് പുറപ്പെട്ടു. കാബയുടെ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും പിന്നെ മുമ്പോട്ടേക്ക് അബ്രഹത്തിന്റെ ഒട്ടകം ആന പോകുന്നില്ല. എത്ര മുമ്പോട്ടേക്ക് പോക്കിയിട്ടും അവന്റെ ആന മുമ്പോട്ടേക്ക് ചലിക്കുന്നില്ല. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആന മുമ്പിൽ നിൽക്കുന്നത്. എത്ര നോക്കിയിട്ടും അത് അനങ്ങുന്നില്ല മുമ്പോട്ടേക്ക്. അതിനെ തിരിച്ച് വേറെ ഏതെങ്കിലും വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നടക്കും. വീണ്ടും തിരിച്ച് കാബയുടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അത് അനങ്ങൂല. അപ്പൊ അത് പോകാത്തതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സൈന്യവും അങ്ങനെ തന്നെ നിൽക്കുക. അപ്പൊ ഇതും അവനക്കൊരു സൂചനയായിരുന്നു, ഇത് കാബയിലേക്കാണ് നീ പോകുന്നത്, തീക്കലയാണ്, വേണമെങ്കിൽ മാറിക്കോ എന്നുള്ള അവസാനത്തെ സൂചനയായിരുന്നു.
പക്ഷെ അവൻ അതും ചെവിക്കൊണ്ടില്ല. വീണ്ടും എങ്ങനെയെങ്കിലും ഇതിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം, കാബയെ തകർക്കണമെന്നുള്ള ചിന്തയുമായിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ തീരുമാനം വന്നു. കടലിന്റെ ഭാഗത്തു നിന്നും കുറേ പക്ഷികൾ ഇങ്ങനെ പറന്നു വന്നു, ചെറിയ പക്ഷികൾ, അബാബീൽ. ആ പക്ഷികൾ ഇങ്ങനെ വന്ന് ഇവർക്ക് മുകളിൽ മുഴുവനും ഇങ്ങനെ നിരന്നു നിന്നു. അള്ളാഹുവിന്റെ സൈന്യം, വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലൊക്കെ അള്ളാഹുവിന് ഒരുപാട് സൈന്യമുണ്ട്. അള്ളാഹുവിന് ഒരുപാട് സൈന്യമുണ്ട്. പക്ഷികൾ, ചെറിയ പക്ഷികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുകയുണ്ടായി. ഓരോ പക്ഷിയുടെയും കയ്യിൽ 3 കല്ലുകൾ ഉണ്ടായിരുന്നു, ചുട്ടുപഴുത്ത കല്ലുകൾ. ഒന്നതിന്റെ ചുണ്ടില്, 2 അതിന്റെ കാലില്. ഇങ്ങനെ പറന്നു വന്ന എല്ലാം അട്ടിക്കായിട്ട് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ നിരന്നങ്ങ് നിന്നു. ശക്തമായ കാറ്റടിച്ചു വീശി ഈ പക്ഷികളെല്ലാം കൂടി അവിടെ എത്തി നിന്നിട്ട് ആ കല്ലുകൾ ഇങ്ങനെ താഴേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം വന്ന് ഓരോരുത്തരുടെയും തലയിലൂടെ വീണ് അതിങ്ങനെ ഉരുകി താഴേക്ക് ഒലിക്കാൻ തുടങ്ങി. കല്ല് ആരുടെയൊക്കെ ദേഹത്ത് കൊണ്ടോ അവരെല്ലാവരും ഉരുകി ഒലിക്കാൻ തുടങ്ങി, ചീഞ്ഞളിഞ്ഞില്ലാതാകാൻ തുടങ്ങി. ജീവൻ കിട്ടിയവരൊക്കെ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടു. കുറെ പേര് അവിടെ തന്നെ വീണ് നശിച്ചു. എല്ലാം തകർന്നു. കുറച്ചു പേര് മാത്രം ഓടി രക്ഷപ്പെട്ട് അവര് സനായിലെത്തി. അവിടെ ചെന്ന വിവരങ്ങൾ പറഞ്ഞു. അവരും കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചുപോയി. കാരണം ആ രീതിയിൽ അവരുടെ ശരീരം അളിഞ്ഞില്ലാതായി. ചില റിവായത്തുകളിൽ വരുന്നുണ്ട്, ഈ അബ്രഹത്തും ഓടി രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടു. എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട അബ്രഹത്തും സനായിലെത്തിയിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവന്റെ 2 കൈയും 2 കാലും ഇല്ലാതായിപ്പോയി. അതിങ്ങനെ ഇളകി ചീഞ്ഞളിഞ്ഞില്ലാതായിപ്പോയി. വെറും ശരീരത്തിന്റെ ഒരു കഷണം മാത്രം. അങ്ങനെ അവൻ കുറച്ചു കാലം മുഴുവൻ ജനങ്ങൾക്കും ഒരു ഗുണപാഠമായി ജീവിക്കുകയുണ്ടായി. അങ്ങനെ അവനും നശിച്ചുപോയി. മക്കയിൽ കുറെ ആളുണ്ടായിരുന്നവർ, കുറെ ജീവൻ കിട്ടിയ ചില ആളുകൾ മക്കയിൽ തന്നെ ജീവിച്ചു കുറെ നാൾ. അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ അവര് യാചിച്ചുകൊണ്ട് തെണ്ടി നടക്കുമായിരുന്നു. സഹാബാക്കൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് മക്കയുടെ തെരുവോരങ്ങളിലൂടെ ആ അബ്രഹത്തിന്റെ സൈന്യത്തിൽപ്പെട്ട ചില ആളുകൾ യാചിച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവനും ഒരു മാതൃകയാക്കി, ഗുണപാഠമാക്കി അവരെ നശിപ്പിക്കുകയുണ്ടായി. വളരെ സുന്ദരമായ ശൈലിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആ ആനക്കാരുടെ, ആനപ്പടയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തതെന്ന് താങ്കൾ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തല്ലീൽ. അവരുടെ കുതന്ത്രത്തെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളഞ്ഞു. വഅർസല അലൈഹിം തയ്റൻ അബാബീൽ. അബാബീൽ പക്ഷികൾ അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുകയുണ്ടായി. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചുട്ടുപഴുത്തതായ കല്ലുകൾ അവർ ഇവരുടെ മേലേക്ക് എറിയുകയുണ്ടായി. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ചവച്ചു തുപ്പിയതായ ചണ്ടികളെ പോലെ അള്ളാഹു അവരെ മാറ്റുകയുണ്ടായി. ചവച്ചു തുപ്പിയ ചണ്ടികൾ പോലെ അള്ളാഹു അവരെ മാറ്റുകയുണ്ടായി. ഇതാണ് അഹങ്കാരിയായ, കാബയെ പൊളിക്കാൻ വേണ്ടി പുറപ്പെട്ടതായ അബ്രഹത്തിന്റെ അന്ത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സംഭവിച്ച് 40 ദിവസം കഴിഞ്ഞിട്ടാണ് നബിതങ്ങൾ ജനിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് ഒരു വർഷം മുഹറമിലാണ്. അതേ വർഷം റബീഉൽ അവ്വലാണ് നബിതങ്ങൾ ജനിക്കുന്നത്. ആമുൽ ഫീൽ എന്നാണ് ഈ വർഷത്തെ അറിയപ്പെട്ടത്. ഈ വർഷം എത്രത്തോളം ചർച്ചയുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ, പിന്നെ അങ്ങോട്ടേക്ക് മക്കയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയണമെങ്കിൽ ആമുൽ ഫീൽ പറയും. അതായത് ആനക്കലഹ വർഷത്തിന്റെ ഇത്ര നാളുകൾക്ക് ശേഷമാണ് അതുണ്ടായത്, ആനക്കലഹ വർഷത്തിന്റെ ഇത്രാമത്തെ ദിവസമാണ് ഇന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ ഒരു സംഭവത്തെ ചേർത്ത് പറയാനുള്ള ഒരു ഡേറ്റായി ഇത് മാറുകയുണ്ടായി. നമ്മളിപ്പോൾ നാട്ടിൽ സാധാരണ നമ്മൾ കൊറോണയെ കുറിച്ച് പറയുമല്ലോ, കൊറോണയുടെ ഇത്രാമത്തെ വർഷം, കൊറോണയുടെ ഇത്രാമത്തെ മാസം, കൊറോണ വന്നിട്ട് ഇത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമല്ലോ. കാരണം ലോകം മുഴുവനും ചർച്ചയായ ഒരു സംഭവമാണ് കൊറോണ. എന്നതുപോലെ അവിടെ മുഴുവനും ചർച്ചയായ ഒരു സംഭവമായിരുന്നു ആനക്കലഹം. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാം ചേർത്ത് പറഞ്ഞിരുന്നത് ആനക്കലഹം. ആനക്കലഹത്തിന്റെ ഇത്രാമത്തെ വർഷം അത്ര വലിയ ഗൗരവമുള്ള ഒരു സംഭവമായി മാറി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാബ എന്നുള്ളത് അവരുടെ ഒരു വികാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാബയെ പൊളിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ, ആ കാബയെ പൊളിക്കാൻ വന്നവർക്ക് ഇത്ര വലിയൊരു നാശം ഉണ്ടാവുക, ഇതൊക്കെ അവർ നേരിട്ട് കണ്ടതാണ്. അത്ര വലിയൊരു സംഭവമായി അത് മാറി. ഈ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി കഅബയുടെ മഹത്വമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ. ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് പണിയപ്പെട്ടതായ ഒരു ആരാധനാലയമാണ് പരിശുദ്ധമായ കഅബ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിനെ കുറിച്ച് ബൈത്തുല്ലാ,
എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ചേർത്ത് അള്ളാഹുവിന്റെ ഭവനം. അള്ളാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹിന്ദുക്കളുടെ വിശ്വാസം പോലെ ദൈവം അതിനകത്ത് കുടിയിരിക്കുന്നു എന്നല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായതുകൊണ്ട് ആ രീതിയിൽ അതിനെ ആദരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്ര വലിയ ഗൗരവമുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ് കഅബ പരിശുദ്ധമായ ദീനിൽ. പ്രവാചകന്മാരാൽ പണിയപ്പെട്ട് കാലാന്തരങ്ങളായി കഴിഞ്ഞു വരുന്നു. ഹദീസിന്റെ കിതാബുകളിലൂടെ വരുന്ന, തഫ്സീറിന്റെ കിതാബുകളിലൂടെ വരുന്നുണ്ട്, ലോകത്ത് ആദ്യമായി, ഭൂമിയിൽ ആദ്യമായി വെള്ളത്തിൽ രൂപാന്തരപ്പെട്ടത് കാബയുടെ സ്ഥലമായിരുന്നു. കാബയുടെ ആ ഭാഗമാണ് ഭൂമിയിൽ വെള്ളത്തിൽ നിന്നിങ്ങനെ ഉയർന്നു വന്നത്. പിന്നെ അവിടെ നിന്നിങ്ങനെ പരന്നാണ് ഭൂമി ഉണ്ടായത്, കരഭാഗം ഉണ്ടായത്. അതുകൊണ്ടാണ് ആദ്യമായിട്ടുണ്ടായ സ്ഥലമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ടത്. ആദ്യമായി ലോകത്ത് ഭൂമിയിൽ മണ്ണിൽ വെള്ളത്തിൽ നിന്നും ആദ്യമായി രൂപാന്തരപ്പെട്ട കരയുടെ ഭാഗം അത് കാബയാണ്. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പരുത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ ബാക്കി കരഭാഗം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ സെന്റർ, മധ്യഭാഗം എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇത്രയും വലിയ ആദരവുള്ള ബഹുമാനമുള്ള സ്ഥലമാണ് പരിശുദ്ധമായ കഅബ. ആരെങ്കിലും ഈ കഅബയോട് മോശമായി പെരുമാറാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനക്ക് ശക്തമായ ശിക്ഷ ഞാൻ കൊടുക്കും. അതുകൊണ്ട് കഅബയെ ആദരിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. കഅബയെ സ്നേഹിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. കഅബയെ ഖിബലയാക്കി നമുക്ക് നൽകുകയുണ്ടായി. ഈ രീതിയിലൊക്കെ കഅബയുടെ ആദരവ്, മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമതായി, ഈ സംഭവം യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന്റെ ഒരു അടയാളമാണ്. ഒരു വലിയൊരു സംഭവം നടക്കാൻ പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇവിടെ സന്നദ്ധദാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. അതിന്റെ തലേ ദിവസം, അതിന്റെ തലക്കും തലേ ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പരിപാടികൾ ഇവിടെ ഇങ്ങനെ കാണും, കുറേ തയ്യാറെടുപ്പുകൾ ഇങ്ങനെ കാണും. ആരെങ്കിലും ഇങ്ങനെ കയറി വരുമ്പോൾ അവർക്ക് തന്നെ അനുഭവപ്പെടും ഇവിടെ എന്തോ സംഭവം നടക്കാൻ പോകുന്നു. എന്താണ് ഇവിടെ? അപ്പോൾ പറയും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഇവിടെ ഒരു വലിയൊരു പ്രോഗ്രാം നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകളാണിത്. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരിക എന്നുള്ളത്, തങ്ങളുടെ നിയോഗം എന്നുള്ളത് ഒരു ഭയങ്കര സംഭവമാണ്. ആ സംഭവത്തിന്റെ മുന്നോടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തൊരു സംഭവമാണ് ഈ ആനപ്പടയുടെ നാശം. അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിലൂടെ ലോകത്തുണ്ടായതായ സംസം, അത് നഷ്ടപ്പെട്ടു പോയിരുന്നു, അത് മറഞ്ഞു പോയിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അബ്ദുൽ മുത്തലിബ് സ്വപ്നം കാണുകയും അങ്ങനെ സംസം ഇങ്ങനെ കുഴിച്ച് വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ആ സമയത്ത് ഉണ്ടാവുകയുണ്ടായി. ഇതെല്ലാം ഒരു വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു എന്നതിലേക്ക് സൂചനയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിലേക്ക്, സ്ഥാനത്തിലേക്ക് ഒക്കെയാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. മൂന്നാമതായി ഇതിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ലോകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തുന്നതിന് ആരുടെയും ആവശ്യമില്ല. അള്ളാഹു എല്ലാത്തിനും അജയ്യനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവന്റെ കാര്യങ്ങൾ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതിന് വേണ്ടി ഒന്നിന്റെയും ആവശ്യമില്ല. എന്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിവുണ്ട്. ഇവിടെ നോക്കിയേ, ഇത്ര വലിയൊരു ആനപ്പട വന്നപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ പോലും ഇറക്കിയില്ല. എനിക്ക് ഇതിനെയൊക്കെ നശിപ്പിക്കാൻ മലക്കിന്റെ പോലും ആവശ്യമില്ല, വെറും കുരുവികൾ മതി, ചെറിയ കിളികൾ മതി എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കഴിവ് കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന് ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അസ്ബാബിന്റെ ആവശ്യമില്ല. പക്ഷെ ലോകത്ത് അള്ളാഹു പല കാര്യങ്ങളും അസ്ബാബിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. ലോകത്ത് അസ്ബാബുകൾ, കാര്യകാരണങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ അള്ളാഹുവിന് ഒന്നിന്റെയും ആവശ്യമില്ല എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ അള്ളാഹു കാണിച്ചു തന്നത്. ഇബ്രാഹിം നബിയുടെ സംഭവത്തിൽ നമുക്കറിയാം, ഇബ്രാഹിം നബി തീയിലേക്ക് ചെന്ന് വീണു. അള്ളാഹു തീയെ അണച്ചു കളഞ്ഞില്ല, മഴ പെയ്ത് അണച്ചു കളഞ്ഞില്ല, ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞില്ല, കാറ്റടിച്ച് ഇല്ലാതാക്കി കളഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. തീ അങ്ങനെ തന്നെ കത്തിക്കൊണ്ടിരുന്നു. പക്ഷെ തീക്ക് ചൂടില്ലായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോ അസ്ബാബുകളില്ലാതെ, കാര്യകാരണങ്ങളില്ലാതെ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തിലൂടെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ പള്ളികളെ ആദരിക്കണം, കാബയെ ആദരിക്കണം, ഹറമിനെ ആദരിക്കണം. അതുപോലെ എല്ലാ പള്ളികളും അള്ളാഹുവിന്റെ പള്ളികളാണ്. അവിടെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളികൾ പണിയാൻ പറഞ്ഞത്. അവിടെ ഇബാദത്ത് ചെയ്യുന്നതും ഇബാദത്ത് കൊണ്ട് സജീവമാക്കുന്നതും അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു നാട്ടിൽ അള്ളാഹു ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചാൽ ആദ്യം അവിടുത്തെ മസ്ജിദുകളെ നോക്കും. ആ മസ്ജിദുകൾ, അവിടെയുള്ള മസ്ജിദുകൾ ഇബാദത്ത് കൊണ്ട് സജീവമാണെങ്കിൽ അള്ളാഹു ആ ശിക്ഷയെ മാറ്റിവെക്കും. അവിടുത്തെ പള്ളികളൊക്കെ നിർജീവമായി കിടക്കുകയാണെങ്കിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമുണ്ടാകും, ആ നാട്ടിൽ ശിക്ഷയുണ്ടാവും. അതുകൊണ്ട് മസ്ജിദുകൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളതാണ്. അതിനെ ആദരിക്കണം. മസ്ജിദിൽ കിടക്കുന്നതായ ഒരു പൊടിയെങ്കിലും എടുത്തു കളയുന്നത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്, കൂലിയുള്ള കാര്യമാണ്. പള്ളികളിൽ കിടക്കുന്നതായ പൊടി വൃത്തിയാക്കുന്നതിന് വേണ്ടി മുഅദ്ദിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ എടുത്തു കളയണം, കാരണം നമുക്കാണ് കൂലി കിട്ടേണ്ടത്. അതുകൊണ്ട് പള്ളിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.